ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒത്തമിനാർ എന്ന പാർക്കിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഒരു സൂപ്പർ മരം എൻട്രൻസിൽ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഒരു വാട്ടർ ഫൗണ്ടൻസ്. ഈ മരത്തിൻ്റെ ഷേപ്പ് ഉണ്ടോ, അതല്ല കൊട മാതിരി തറയെ വരെ മുട്ടി നിൽക്കുന്നൊരു മരം. നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു പാർക്ക് ഇവിടുത്തെ മേയർ പുള്ളിയുടെ വൈഫിന് വേണ്ടിയിട്ട് പണിതൊരു പാർക്കാണ്. അതിനുശേഷം ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പണാക്കി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വാഴയൊക്കെ ഇവിടെ ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഹെഡ്ഫോൺ പിക്ക് ചെയ്യട്ടെ. അത് പിടിച്ചേ, ഞാൻ എൻ്റെ ഫോണൊന്ന് ഞങ്ങൾ പിടിച്ചവർ വേണ്ട റെക്കോർഡിങ് അതങ്ങനെ കൊച്ചതുവഴി റിക്കോർഡ് കുഴപ്പമില്ല. ഇവിടെ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. കണ്ടോ, വെഡ്ഡിങ് ആണ്. 660 അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ പാർക്കാണ് കേട്ടോ. രണ്ട് സൈഡിലും നമ്മുടെ നാട്ടിലെ വാഴ നിൽപ്പുണ്ട്. ഓണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇല വെട്ടി കഞ്ഞി കുടിക്കാം. ഇതൊക്കെ നല്ല, നമുക്ക് ഈ ഒരു സെക്ഷൻ കവർ ചെയ്തിട്ട് ഇവിടെ നല്ല വാട്ടർ ഫൗണ്ട്. അവിടെ ഒരു നല്ല ക്രേപ്പിൻ്റെ ഒരു ചെടികളൊക്കെ വെച്ചിട്ട് അവിടെ നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇതേ നാട്ടിലെ താമര നിൽക്കുന്നുണ്ട്. ആയിരമല്ലി താമരയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. കണ്ടോ, ചൈന ഏരിയയിൽ വരുന്ന താമര പോലെയാണ്. ആ താമരയുടെ അരി കണ്ടോ, അതിനകത്തുനിന്ന് അരി വീണിട്ടാണ് ആമ്പൽ കളിക്കുന്നത്. കണ്ടോ, ആമ്പലും ഉണ്ടോ, അതിൻ്റെ അരി വീണിട്ടാണ് കളിക്കണേ. കണ്ടോ, അതിനിപ്പം 2 അരി വെള്ളത്തിൽ വീണിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഡേ ഔട്ടിന് നമുക്ക് ഈ പാർക്കിൽ കൂടി കറങ്ങി നടക്കാൻ നല്ല വിഷലാണ് കേട്ടോ. ക്യാമറ തിരിക്കുമ്പോഴത്തേക്ക് ഓടണം കയറ്റി. ഈ സൈഡിലെ മുഴുവനും ഒരു വാട്ടർ ഫോൺ. ഇത് വൈറ്റാകുമ്പോൾ അത് വാട്ടർ മോപ്പോട്ട് ചെയ്യും കേട്ടോ. 2 മരങ്ങൾ കയറി വരുന്ന എൻട്രൻസിൽ കൊട പോലെ നിൽക്കുമ്പോൾ നല്ല തണുപ്പ് അതിനകത്ത്. ഇത് സ്വീറ്റ് 16 സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ. ഇവിടെ സ്പാനിഷുകാർക്ക് 16th ബർത്ത്ഡേ ഭയങ്കര സംഭവമാണ് കേട്ടോ. അവരാ സമയത്ത് ഇതുപോലെ പിള്ളേർക്ക് നല്ല പാർട്ടീസ് കൊടുക്കും, 16 വയസ്സിൻ്റെ ബർത്ത്ഡേ പാർട്ടീസ്. പിന്നെ ഈ ഒരു ആവയിലിരുന്നിട്ട് നമുക്ക് പുറത്തോട്ട് ഫോട്ടോ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണിക്കാം. ഇത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ നല്ലൊരു ഡേ ഔട്ടിന് പറ്റിയ സ്ഥലമാണ് ഒറ്റമിനാർ പാർക്ക്. ഞാനിതുപോലൊരു ഫ്രണ്ട്സ് പറഞ്ഞ് ഇവിടെ എത്തിയതാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് എല്ലാ വർഷവും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇറ്റാലിയൻ മോഡലിലാണ് അവർ ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ പുള്ളിയുടെ വൈഫിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പം നമുക്കിതുവഴി പോകാം. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും. അതേപോലെ താപ്പോട്ട് ഇതേ നമുക്ക് ഇതുവഴി ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിൽ കൂടി ഇറങ്ങാൻ പറ്റും. അതുവഴി ഇറങ്ങുന്ന കാണാൻ ഇച്ചിരിയുടെ ഭംഗി. നമുക്കതുവഴി ഇറങ്ങാം. പിന്നെ നിറയെ ചെടികൾ, ഡിഫറെൻറ്റ് വെറൈറ്റി പൂക്കൾസ് ഉണ്ടല്ലേ. നല്ല ഭംഗിയാണ് ഇവിടുത്തെ പൂക്കളൊക്കെ കാണാനായിട്ട്. ഇത് ലാവൻഡറിൻ്റെ മറ്റൊരു ചെടി. ഈ പാർക്ക് മുഴുവനും പല വെറൈറ്റി കളറിലും ഫ്ലവേഴ്സുകളുള്ള ചെടികളാണ്. റോസുകൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഒരു ഡേ ഔട്ട് കുട്ടികളുമായിട്ടും ഒക്കെ വന്നിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാർക്കാണ് അല്ലേ. ബ്യൂട്ടിഫുൾ പാർക്ക്. ഇവിടുന്ന് നമുക്ക് താപ്പോട്ട് പോകാനായിട്ട് ആ സ്റ്റെപ്പ് എടുത്തിറങ്ങണേ. সাবধান, জল আছে।
അവരൊക്കെ സംസാരിച്ച ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ എൻട്രൻസ് അടച്ചോ? അപ്പോൾ നമ്മൾ ഇതുവഴിയാ ഇറങ്ങണം. അപ്പോൾ അതുവഴി ഇറങ്ങണം. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ താമരത്താണ്. ഇത് നമ്മുടെ ഫിലിപ്പീൻസ്, തായ്ലാൻഡിലുള്ള താമരകളുടെ ഇതുണ്ട് കേട്ടോ. ആ എൻട്രൻസിൽ കൂടെ ആയിരുന്നോ നമ്മൾ ഇറങ്ങിയത്? അതുവഴിയായിരുന്നോ അന്നിറങ്ങിയത്? ഇത് ക്ലോസ് ചെയ്തിപ്പോൾ. അപ്പം അതുവഴി ഇറങ്ങണം തോന്നുന്നു. ഇതുവഴിയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറി ഇറങ്ങി. പക്ഷേ ആ എൻട്രൻസ് അവർ ക്ലോസ് ചെയ്തിരിക്കുക. ആ എൻട്രൻസ് ക്ലോസ് ചെയ്തിരിക്കുക. ആ ഈ താമരയാണ് തായ്ലാൻഡിലുള്ള താമര. കണ്ടോ? എന്താ തായ്ലാൻഡിലെ സ്പെഷ്യൽ താമരയാണ്. എന്താ മുട്ട് വന്നിട്ടുണ്ട്, പക്ഷെ വിരിഞ്ഞിട്ടില്ല കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞ് നല്ല ഭംഗിയൊക്കെ. എന്ത് രസമുണ്ടെന്ന്, നല്ല ഭംഗിയല്ലേ? അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ മിക്ക ചെടികളും ഈ വാട്ടറിനകത്താണ്. അത് ഈ ഒരു പോണ്ടാണ് കേട്ടോ. ഈ പോണ്ടിനകത്താണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ കളറിലെ പ്ലാന്റുകളും ഉണ്ട്. മിക്കവാറും ആൾക്കാരുടെ ഫോട്ടോഷൂട്ടുള്ള വെഡ്ഡിങ് ഷൂട്ടൊക്കെ അല്ലേ കണ്ടോ? വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്പേസ്. അത് വെറൈറ്റി ആമ്പലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആമ്പലും അതിലെ കുഞ്ഞാമ്പലില്ലേ, ഇവിടെ മഞ്ഞ ഫ്ലവറുള്ള അതുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല കോസ്റ്റ്ലി. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയുള്ള താമരയില്ല. അതിൻ്റെ അരിയൊക്കെ ഉണ്ടോ? ഇത് വെള്ളത്തിൽ മാത്രം നിൽക്കുന്ന ചെടികളാണ്. അതെ താമരയുടെ അലയാണ്. ആ താമരയുടെ അലയാ. തായ്ലാൻഡിലെ താമര. ഇതിനാണ് 1 ലക്ഷം രൂപ നാട്ടിൽ ഒരു പ്ലാന്റിന്. ഉണ്ടോ? അത് 3 മക്കളാണ്. ആ ഒരു 4 ഇല ഞാൻ കണ്ടത്. അത് ആമ്പല്, ഇത് താമര. ഈ നിൽക്കുന്ന താമരയല്ലേ? ഇതിൻ്റെ അകത്തെ കുരുവുണ്ടോ? ആ കുരുവാണ്. ഇത് കണ്ടോ? ആ നിൽക്കുന്ന കുരുവല്ലേ? ഒരു നിങ്ങളുടെ ചേഞ്ച് ഉണ്ടോ? അതിനകത്ത് ഒരു ലക്ക് ഉണ്ടെന്ന് പറയാനൊക്കെ നോടിപ്പനപ്പനി. ഓക്കെ. അപ്പോൾ അത് തായ്ലാൻഡിലെ കണ്ടോ? ഈ താമരയുടെ ഇതൊക്കെ കാണാനാണ്. ഇതിനകത്ത് നിറയെ കുരുക്കളുണ്ട്. ഒരെണ്ണം കിട്ടിയാണെങ്കിൽ നമുക്കും വീട്ടിൽ കൊണ്ട് വെക്കാറുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇതുണ്ടോ? അതിൻ്റെ അത്തിരിക്കുന്നുണ്ട് 2, 4, 6 കുടം പോലെ കുരു കണ്ടോ? അത് വീണാ കളിക്കുന്നത്. ആ ഒരു കുരുവിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ബാ, ഇപ്പം നമുക്ക് ഇതിൻ്റെ താപ്പോട്ട് പോകാം. നല്ല വെയിലാട്ടോ. വാഴകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വാഴകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തണുപ്പത്ത് ഇതവർ ചെറിയൊരു ടാർപ്പ. ഇതെല്ലാം അതിൻ്റെ വെള്ളത്തിൽ വളരുന്ന ചെറിയ കുളത്തിൽ വരുന്ന പ്ലാന്റ്. ഇതെല്ലാം ആ മേയർ പുള്ളിയുടെ വൈഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാർക്കാണ്. ഞാൻ ആ റെയിലിൽ കൂടെ താപ്പോട്ട് വന്നു കറങ്ങണേനെ വരാം. അപ്പോൾ അത്രയ്ക്ക് വൈഫിനെ സ്നേഹിക്കുന്ന ഒരു ഇറ്റാലിയൻ മേയറായിരുന്നു ഇവിടുത്തെ. ഇറ്റാലിയൻകാരനാണ് പുള്ളി. ഈ ഇട്ടമനാറിലെ മേയറായിരുന്നു. അപ്പം പുള്ളിക്ക് വൈഫിന് വേണ്ടിയിട്ട് പണിത ഒരു പാർക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് വിൽപ്പത്തെരിഞ്ഞിരിക്കുകയാണ്. പേരും അതിൻ്റെ ട്രസ്റ്റും എല്ലാം തന്നെ അവരുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എൻട്രൻസ് ചെയ്യുന്നില്ല. ആർക്കും ഫോട്ടോഷൂട്ടിനൊക്കെ ബെസ്റ്റ് പ്ലേസ്. നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ആണെങ്കിലും ഈ അമേരിക്കയിലെ സ്ട്രീറ്റ് 16 എന്ന ഒരു സംഭവം. ഈ ചെടികളൊക്കെ നോക്കിയിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ള ചെടി. വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഇതെല്ലാം ഇറ്റാലിയൻ്റെ വർക്കാണ്. ഇല്ലാത്ത ചെടികളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇല്ലാത്ത ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് സംഭവം. Sir, okay, we could pass? Sir, okay? Sorry. I'm so sorry. Thank you.
അപ്പം കണ്ടുണ്ടല്ലോ ഒരു 16 വയസ്സിൻ്റെ ബർത്ത്ഡേ. ഇവിടുത്തെ സ്പാനിഷുകാരുടെ ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ്. കുട്ടികൾക്ക് 16 വയസ്സായി കഴിഞ്ഞാൽ ആ ഒരു ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യും. ഇതുപോലെ പാവകളെ പോലെ ഡ്രസ്സൊക്കെ ഇടിച്ച് അന്ന് ഒരു ഭയങ്കര ഫോട്ടോഷൂട്ടും അതൊക്കെയാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ ഇവിടുത്തെ പെൺകുട്ടികൾ 16 വയസ്സ് തികഞ്ഞെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു ചിലവാണ്. പിന്നെ ഇവിടെ ഗൈഡുണ്ട് കേട്ടോ. This was all like that, so you appreciate all of the knotweed, clean that over the years, gardeners, volunteers. Get to that next. Yes. So let's talk about this. This is the vista, as you can see. It's called the vista. We have it here. ഇതിൽ നല്ല ഒരു വെയിൽ നടക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. നല്ല സ്റ്റെപ്പ്, പക്ഷേ ബോറടിക്കില്ല. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാത്ത ഒരു സ്റ്റെപ്പാണ്. കുറച്ച് നടന്ന് ഒരു 4 സ്റ്റെപ്പ് പിന്നെ കുറച്ച് നടക്കാനുള്ള. അപ്പോൾ ആർക്കും നടക്കുന്നതിനോ ഒന്നുമുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ പറയത്തില്ല. പക്ഷേ ഇവിടെ നേരെ തിരിഞ്ഞ് നോക്കിക്കേ, എത്ര സ്റ്റെപ്പാന്ന് നോക്കിയേ ഉണ്ടോ. ഇനി ഏറ്റവും താഴെ ചെന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ആണ് ഇത് കുത്തനെ കിടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഉണ്ടോ, ബ്യൂട്ടിഫുൾ വ്യൂസ് അല്ലേ. അത്രയും ആൾക്കാർ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നതുണ്ടല്ലോ. ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർക്ക് നല്ലൊരു എൻട്രൻസ് വേണം. അപ്പോൾ അതിനാണ് ആൾക്കാർ അത് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ ഹോൾഡ് ചെയ്യണം. നമ്മളതിൽ കൂടി ചാടി പുറത്തു വന്നു കഴിച്ചു. ഇന്ന് നല്ല തിരക്കാട്ടോ, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അല്ലാതെ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി പാളുകയും ചെയ്യുന്നത്. അപ്പോൾ നോക്കി എത്ര സ്റ്റെപ്പ് മുകളിലോട്ട് അവരൊന്നും നോക്കണ്ട, അതിലും താഴേക്ക് വന്നുണ്ട്. ക്യാമറ കണ്ടുകൂടുന്ന ഒരാൾ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നിങ്ങൾ ഫാമിലിയുമായിട്ടൊരു ഡേ ഔട്ട് പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെയും കൊണ്ടൊക്കെ വരുവാണെങ്കിലും കുട്ടികൾക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. ഉത്തമിനാൾ യോങ്കേഴ്സിലാണ്. ലോങ് ഐലൻഡിൽ താമസിക്കുന്ന എൽമോണ്ട് ഏരിയയിൽ താമസിക്കുന്നവർക്ക് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അധികം ട്രാഫിക്കൊന്നും ഇല്ല കേട്ടോ. വീക്കെൻഡിലൊന്ന് കാണാൻ ഇഷ്ടം പോലെ നല്ല ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് നല്ല ക്രൗഡ് ഫീൽ ചെയ്യും. വീക്ക് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറവാണ്, പക്ഷേ വീക്കെൻഡിലാണ് കാണാൻ ഭംഗി കേട്ടോ. നല്ല കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കറങ്ങി നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നത്. 2 സൈഡിലത്തെയും ചെടിയുണ്ടോ, ഇത് എവർഗ്രീൻ്റെ പ്ലാന്റ് 2 സൈഡിലും അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂട് ഫീൽ ചെയ്യത്തില്ല, നല്ല കുളിർമയുള്ള കാറ്റാണ് ഫീൽ ചെയ്യുന്നത്. കുറേ വായിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റെപ്പ് ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കാരണം കുറച്ച് സ്പേസ് നടക്കുക. പിന്നെ ഈ ഒരു വാട്ടർ ഹഡ്സൺ റിവറിൻ്റെ ഒരു സൈഡാണിത് കേട്ടോ. ഒരു കായൽ മാതിരിയാണ്. അങ്ങേ സൈഡിൽ നിങ്ങൾ കാണു കഴിഞ്ഞാൽ മൊത്തം പാറയാണ് നിൽക്കുന്നത്, മൊത്തം പാറ. എന്താ പാറയുടെ ഇങ്ങേ സൈഡാണ് ഈ പാർക്ക്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ് കേട്ടോ. കുത്തനെയുള്ള ഇറക്കമാണ്, സൂക്ഷിച്ചിറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പണി പോളും. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്, പക്ഷേ ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഇതിനകത്ത് എവർഗ്രീൻ്റെ ട്രീകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഹൈക്കിങ് ചെയ്യാനായിട്ട് ട്രെയിലിങ് ചെയ്യാനായിട്ട് പറ്റിയ സ്പേസാണ്. നമുക്ക് ഹൈക്കിംഗ് പ്ലേസാണ് കേട്ടോ. നടക്കാനും ഒക്കെയുള്ള ആൾക്കാർക്ക് സൂപ്പറായിട്ട് ഇത് വഴി വരാം. അവിടെ നിന്നിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം കണ്ടോ, നല്ല റോക്കാണ്. അവിടെ മൊത്തം പാറ സെക്ഷനാണ്. സൂപ്പറല്ലേ. ഈ ഒരു സെക്ഷൻ സൂപ്പർ ബീം. തിരിച്ചങ്ങോട്ട് നോക്കിയേ, എന്തൊരു ഹൈക്കിൽ ആൾക്കാർ വരെ നോക്കി. നമുക്ക് സെറ്റ് നേരെ നോക്കി കഴിഞ്ഞാൽ അത്രടുത്താണ് ആൾക്കാർ. ഈ സൈഡിൽ അവർ കുറച്ച് പച്ചക്കറി, നമുക്ക് കോണായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ എന്താണെന്നറിയാമോ? ഡാർക്ക് കളറിൽ ഡാലിയാസ്. ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടിന് ബെസ്റ്റ് പ്ലേസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിനകത്ത് ആ വെജിറ്റബിൾ ഗാർഡനകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ അകത്ത് നേരത്തെ കയറാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ അവർ എൻട്രൻസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഡാലിയുണ്ട്. തുറന്നിരിക്കുകയാണോ?
I think so. You could push it on like that. You think? No, I don't think so. It's a lock. Open the latch. Push it back here. No, it's locked. You can't go out, you can go in. Yes, they lock it. Oh, they're not? They lock it. So they have a cone ഉണ്ട് and ആ സൈഡിൽ നല്ല ഡാർക്ക് കളറിലെ അത് എനിക്ക് തോന്നുന്നു സൂര്യകാന്തിയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആ ഒരു സൂര്യകാന്തി കണ്ടിട്ടില്ല അത്രയും ഡാർക്കായിട്ടുള്ള കളേഴ്സ്. Oh, we have close the vegetable garden due to theft. ഓ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? തക്കാളിക്ക് അതെ ഇങ്ങനെയാണ് ഇവിടുത്തെ തക്കാളിക്ക് പിന്നെ ഗാർഡൻ ചെയ്യുന്നുണ്ടോ? ഒരൊറ്റ തക്കാളിക്കേക്ക് 4 സൈഡ് ഒരു മുളയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ തക്കാളിക്ക് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗാർഡനിലെ വിശേഷങ്ങൾ ഇതാണ്. Look over there, you can get that. ആ സെക്ഷനിലൊക്കെ കയറി ഒന്ന് ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. ഇതുണ്ടോ ഈ സൂര്യകാന്തി കണ്ടോ? അത്രയും ഡാർക്ക് കളറിലെ സാധനം ഞാൻ കണ്ടില്ല, മെറൂൺ കളറാണ്. ഈ ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ മുകളിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. എവിടെ പോയി? ആ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താപ്പോട്ട് നമുക്ക് ഹഡ്സൺ റിവറിൻ്റെ ഒരു പാർട്ട് കാണാൻ പറ്റും കേട്ടോ. അവിടെ ബോട്ട് റൈഡേഴ്സൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ നമുക്ക് താപ്പോട്ട് പോയി നിൽക്കും. അങ്ങേ സെക്ഷനിൽ നോക്കി അവിടെ മൊത്തം ഇതാണ് പിന്നെ മല എല്ലാം മലയാണ്. കല്ലിൻ്റെ സ്ഥലം ഉണ്ടാവും. അത്ര ഇടം ബ്ലോക്ക് ചെയ്തങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. വരും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ ഈ വെജിറ്റബിൾ ഗാർഡൻ അവർ ക്ലോസ് ചെയ്തിരിക്കണം. അത് ആൾക്കാർ അതിനകത്തുനിന്ന് പച്ചക്കറികളൊക്കെ പറിക്കുന്നത് കൊണ്ടാണ് അവരത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില ആൾക്കാരുണ്ട് ഓരോന്ന് പറിച്ചു മാറാനും. പിന്നെ ഈ സൈഡിലെ നല്ല സൂപ്പർ ലൊക്കേഷനിൽ അതായത് ക്യാമറയ്ക്കകത്ത് വരാതിരിക്കാൻ വേണ്ടി ഓടണ ഓട്ടം കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അവിടെ ഇവിടെയെല്ലാം നല്ല ആൾക്കാരുണ്ട്. പിന്നെ കപ്പിൾസ് ഇവിടുന്ന് താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മാനുകൾ നമുക്ക് താഴെ വരെ പോകാം കേട്ടോ. അല്ലേ ഏതോ ഒരു സൈഡിൽ കൂടെ നമുക്ക് താഴെ കൂടെ പോകാം. ഉണ്ടല്ലേ, വുഡ് ചിപ്സാണ് ഇവിടെ, മരത്തിൻ്റെ ചിപ്സാണ് ഇട്ടിരിക്കുന്നത്. ട്രാക്കിംഗ് അതിൻ്റെ ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം, എന്നിട്ട് നടക്കാൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ കുറച്ച് നേരം. നമുക്കൊന്ന് ചുറ്റൊന്ന് കറങ്ങി നോക്കാം എങ്ങനെയാണെന്ന്. ഇത് ഇവിടുത്തെ ഒരു മരങ്ങളൊക്കെ പിടച്ച് വീണിട്ട് ആ മരങ്ങളൊരു വീട് സംഭവമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ഒരു ഫുൾ മരം പോയതാണ് കേട്ടോ, ദ്രവിച്ച് പോയതാണ്. പക്ഷെ അവരതും ഒരു ആർട്ട് മാതിരി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബാധയുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞു ഉണ്ടാ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഓട വെച്ചിരിക്കുന്നുണ്ടോ. അതെ, ഇത് നമ്മൾ വയനാട്ടിൽ പോണ പോലെ ഉണ്ടോ, ചെറിയ പാറകളും ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഇതെങ്ങാനും ഓടും ലാൻഡ് സ്ലൈഡ് പോലെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം താഴെ. പക്ഷെ പാറയിലായതുകൊണ്ട് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ. സോ വേരുകളൊക്കെ പാറിൻ്റെ ഇടയ്ക്കൂടെ പോയിരിക്കണേ എന്താ നോക്കിയേ. ഞാൻ എന്ത് താഴെയാണ് നിൽക്കണം നോക്കിയേ. ഇവിടെ ഉണ്ടോ മരങ്ങൾ കണ്ടോ. ഞാനിത് ക്യാമറ സെറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ സൈഡിലുള്ള പാറകൾ മാത്രമേ കാണത്തുള്ളൂ, മുകളിൽ നിൽക്കുന്ന മരങ്ങൾ കാണില്ല. കണ്ടോ മരങ്ങൾ ഞാൻ തിരിച്ചു പിടിക്കുന്നുണ്ടോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ ലാൻഡ് സ്ലൈഡായിട്ടൊക്കെ ഇത് ചെയ്യണത്. പക്ഷേ ഇതെല്ലാം കല്ലാണ് കേട്ടോ. കല്ലും കൊണ്ടുള്ള ഒരു സംഭവത്തിൽ അകത്ത് മണ്ണുണ്ട്, അതിനകത്താണ് ചെടികളൊക്കെ കിളിച്ച് നിൽക്കുന്നത്. മരങ്ങളിവിടെ അമേരിക്കയിലും മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും മരങ്ങളാണ്. അതെ, പാറക്കെട്ട് കണ്ടോ, എല്ലാം നല്ല സൂപ്പർ പാറക്കെട്ടുകളാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. നമ്മൾ വയനാട്ടിലൊക്കെ മണ്ണാണ്. നമ്മളിങ്ങനെ പാറ ഇടുക്കി ആയിരിക്കും ഇങ്ങനെ കല്ലൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലുള്ള ഒരു ഫീലില്ലേ, നമുക്കതാണ് ഇവിടെ ഇത് ചെയ്യണത്. ഡേ ഔട്ടിന് പറ്റിയ പ്ലേസ് ആട്ടോ. നടക്കാൻ താല്പര്യമുള്ളവരോ പിള്ളേരെ കൊണ്ടൊക്കെ ഒരു ദിവസം നമുക്ക് ഇറങ്ങാനാണെങ്കിലൊക്കെ ഇത് സൂപ്പർ പാർക്ക്, നല്ല സൂപ്പർ പാർക്കാണ്. ഓക്കെ, അപ്പുറത്ത് ഹഡ്സൺ റിവറിൻ്റെ ഒരു
ഇതുണ്ട്. താഴെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ എൻട്രൻസ് ക്ലോസ് ആക്കിയിട്ടിരിക്കുക. ഇതിനകത്ത് മാനൊക്കെ ഉണ്ട് കേട്ടോ. മാൻ വേറെ ആനിമൽസിലൊന്നും ഞാൻ കണ്ടില്ല, മാനിനെ കണ്ടിട്ടുണ്ട്. ഇത് എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. തിരിച്ചു വിട്ടാലോ? ഈ സൈഡിൽ നിന്നൊക്കെ ടാപ്പേ കൂടെ ഏത് വണ്ടിയാണ് പോണേ? കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ? വണ്ടി പോകുന്നുണ്ട്. അത് വണ്ടി പോകുന്ന സ്ട്രീറ്റാട്ടോ. എവിടെയോ ഒരു സൈഡ് സ്ട്രീറ്റാണത്. പക്ഷേ എനിക്ക് ഈ സൈഡ് ഇതിനകത്താ മാൻ. ഇതിനിടയ്ക്ക് ഇവിടെ ഇതിനകത്തല്ല. ഇതിനകത്ത് ഉണ്ടല്ലേ ഈ പാറമടയൊക്കെ ഉണ്ടല്ലേ, നല്ല സൂപ്പറല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, കുത്തബ്മിനാർ പാർക്കിലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ. അപ്പോൾ 1ാമത്തെ പാർട്ട് നമ്മളുടെ ക്ലോസ് ചെയ്യുകയാണ്. കാരണം ഒത്തിരി ലെങ്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ബോറടിച്ചാലോ. അപ്പം നമുക്ക് ഈ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടൂ. തീർച്ചയായിട്ടും നമ്മൾക്ക് കമൻറ്റിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നാട്ടിലുള്ള എല്ലാ യൂട്യൂബർമാർക്കും താങ്ക് യു. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ലവ് യു ഓൾ. ബൈ.